ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്, ഞാൻ ദിവസവും ഫ്ലാങ്ക് ചെയ്യും പക്ഷെ എന്റെ വെല്ലി ഫാറ്റ് കുറയുന്നില്ല. ഞാൻ ദിവസവും 100 ക്ലഞ്ചസ് ചെയ്യും പക്ഷെ എന്റെ വെല്ലി ഫാറ്റ് കുറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ഒറ്റ യോഗ പോസ്റ്റർ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെല്ലി ഫാറ്റ് കുറക്കാനും ലോവർ അബ്ഡോമൽ മസിൽസ് കുറക്കാനും ഒബ്ലിക്സ് കുറക്കാനും അതുപോലെ തന്നെ വെല്ലി ഫാറ്റ് കുറക്കാനും ഒരേപോലെ ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പോസ്റ്റർ പേരാണ് ബലകാസന അല്ലെങ്കിൽ സന്തോളനാസന. ഇത് സൺ സല്യൂട്ടേഷനിലൊക്കെ നമ്മൾ ജസ്റ്റ് ചെയ്തു പോകാറുണ്ട്. പക്ഷെ ഈ ഒരു പോസ്റ്റർ മാത്രം ഒരു 3 മിനിറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബെല്ലി ഫാറ്റ് കുറക്കാനായിട്ട് സാധിക്കും. അതൊരു മാസത്തെ ചലഞ്ചാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് വീക്ക് നമ്മൾ 20 സെക്കൻഡ്സ് തൊട്ട് 60 സെക്കൻഡ് വരെ ചെയ്യുക. ഒരു ദിവസം ഫസ്റ്റ് ഡേ 20 സെക്കൻഡ് ചെയ്യുക, സെക്കൻഡ് ഡേ 25 സെക്കൻഡ് ചെയ്യുക. ഇങ്ങനെ 20 to 60 സെക്കൻഡ്സ് ഫസ്റ്റ് വീക്ക് നമ്മൾ ചെയ്യുക. സെക്കൻഡ് വീക്ക് ആകുമ്പോൾ നമ്മൾ അത് കൂട്ടി ഒരു 90 സെക്കൻഡ്സ് ചെയ്യുക. തേർഡ് വീക്കിൽ 100 സെക്കൻഡ് ചെയ്യുക. 30ാമത്തെ ദിവസം എത്തുമ്പോഴേക്ക് നമ്മൾ അത് ഒരു 3 മിനിറ്റ് ചെയ്യുവാനുള്ള കപ്പാസിറ്റിയിലേക്ക് എത്തുക. ഈ രീതിയിൽ നമ്മൾ ബലകാസന ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബെല്ലി ഫാറ്റ് കുറക്കാനായിട്ട് സാധിക്കും. അതൊരു ഗ്യാരണ്ടിയാണ്. ഇത് ചെയ്ത ശേഷം നിങ്ങൾ ഒരു മിററിന്റെ മുമ്പിൽ പോയി നിന്ന് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മിററിന്റെ മുമ്പിൽ നിന്ന് നിങ്ങളുടെ ബോഡി സ്ട്രക്ചർ മനസ്സിലാക്കുക. 30 ദിവസം ചെയ്ത ശേഷം നിങ്ങൾ മിററിന്റെ മുമ്പിൽ നിൽക്കാൻ അത്ഭുതകരമായിട്ടൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് തീർച്ചയാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിൽ കുറെ തെറ്റായ വശങ്ങളുണ്ട് ചെയ്യുന്നില്ല. ആ തെറ്റായ രീതിയിൽ നമ്മൾ എത്ര നാൾ ചെയ്താലും അതിന്റെ ഗുണം നമുക്ക് കിട്ടില്ല. അതിന്റെ കറക്റ്റ് ഫ്ലാങ്ക് അല്ലെങ്കിൽ ബലകാസന എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഫ്ലാങ്ക് ചെയ്യാനായിട്ട് ബലകാസന ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു യോഗ മാറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെഡ് ഷീറ്റിലോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു നല്ല ഫ്ലോറിൽ ഇതുപോലെ ഇരുന്നിട്ട് നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. സാധാരണ മുട്ടുകുത്തി നിന്നിട്ട് കൈകൾ രണ്ടും നേരെ പിടിക്കുക. ഒരു 2 അടി അകലത്തിൽ വെച്ചിട്ട് എന്നിട്ട് ടോസിൽ പതുക്കെ ഊന്നി പൊങ്ങുക. എന്നിട്ട് കൈകൾ സ്ട്രെയിറ്റ് ആക്കി ഷോൾഡറിന് പാരലായിട്ട് ശരീരം ഒരു പലക ചരിച്ചിട്ട പോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാം. അത് തല നേരെ നോക്കാം. ഈ പറഞ്ഞ രീതിയിൽ ഒരു 20 സെക്കൻഡ്സ് ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്യുക. രണ്ടാമത്തെ ദിവസം 25 സെക്കൻഡ്സ് ചെയ്യുക. അങ്ങനെ ഒരു വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും 60 സെക്കൻഡ്സിൽ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. രണ്ടാമത്തെ വീക്കിൽ നമ്മളത് കൂട്ടിക്കൊണ്ടുവരിക. ഒരു 30ാമത്തെ ദിവസം നമ്മൾ ഒരു 3 മിനിറ്റ് നിൽക്കാനുള്ള കപ്പാസിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അപ്പൊ ഈ രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അബ്ഡോമിനൽ മസിൽസ്, അതുപോലെ ലോവർ അബ്ഡോമിനൽ മസിൽസ്, ഒബ്ലിക് സൈഡ് എല്ലാം കുറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറെ തെറ്റുകൾ ചെയ്യാറുണ്ട് പലരും. ഫ്ലാങ്ക് പലരും ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ കുറെ ആളായി ഫ്ലാങ്ക് ചെയ്യുന്നത് എനിക്ക് വയറ് കുറയുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവരുണ്ട്. പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇനി ഈ ഇതിൽ കാണിക്കാൻ പോകുന്നത്. ഫ്ലാങ്ക് ചെയ്യുമ്പോൾ പലപ്പോഴും പല തെറ്റുകൾ ചെയ്യാറുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. സാധാരണ പലരും ചെയ്യുമ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാറുണ്ട്. ഇപ്പൊ ലോവർ നമ്മുടെ ബട്ടക് സൈഡ് താഴ്ന്നു നിൽക്കും. അപ്പൊ ഇവിടെ കൈകളിൽ മാത്രം ആക്ഷൻ കിട്ടുന്നുള്ളൂ. ചിലർ മുകളിലേക്ക് ബട്ടക്സ് പൊങ്ങി നിൽക്കും. ഇങ്ങനെ നിന്നാലും കറക്റ്റ് ഗുണം കിട്ടില്ല. ചിലർ കൈകൾ പ്ലേസ് ചെയ്യുന്നതൊക്കെ വളരെ അടുപ്പിച്ച് പ്ലേസ് ചെയ്യും. കറക്റ്റ് ഷോൾഡറിന് പാരലായിട്ട് കൈകൾ പ്ലേസ് ചെയ്യില്ല. ചിലർ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് തന്നെ വെക്കും. അതും തെറ്റാണ്. നോർമൽ ബ്രീത്തിൽ തന്നെ നിൽക്കണം. അപ്പൊ നമ്മൾ ശരിക്കും ഈ ഫ്ലാങ്ക് ചെയ്യാനായിട്ട് ഒരു പലക ചരിച്ചിട്ട പോലെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കാം. കറക്റ്റ് നേരെ നിൽക്കുക. ഇതാണ് യഥാർത്ഥ ബലകാസന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സന്തോളനാസനം. നമ്മൾ സൂര്യ നമസ്കാരം ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു പോസ്റ്റർ നമ്മൾ ചെയ്യുന്നുണ്ട്, സന്തോളനാസനം. ഈ ബലകാസനം നമ്മൾ 30 ഡേയ്സ് എത്താൻ നേരത്തെ ഒരു 3 മിനിറ്റ് നമുക്കിങ്ങനെ നിൽക്കാൻ സാധിക്കും. ശരിക്കും ഇത് അബ്ഡോമൻ സൈഡ് നല്ല പിടുത്തം വരും. കൈകൾക്ക് നല്ല ബലം വെക്കും. ഷോൾഡറിന് നല്ല ബലം വെക്കും. അപ്പോൾ ബലകാസന ചെയ്യുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഈ ബലകാസന ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ 20 സെക്കൻഡ് ഈ രീതിയിൽ നിന്ന ശേഷം ഒരു 20 സെക്കൻഡിന് മുകളിൽ
2-3 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പൊ ഈ റെസ്റ്റ് ടൈമിൽ നമ്മൾ നടക്കുക, വാക്ക് ചെയ്യുക. അപ്പൊ വാക്കിങ്ങിലും പ്രത്യേകതയുണ്ട്. ബ്രിസ്ക് ബാക്ക് നടക്കുക. ബ്രിസ്ക് വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ നടക്കുക, എങ്കിൽ ഓടാൻ പാടില്ല. ഈ നടക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ പറ്റും, പക്ഷെ ഒരു പാട്ട് പാടിക്കൊണ്ട് അങ്ങനെ നടക്കാനും പറ്റില്ല. ആ സ്പീഡാണ് ഞാൻ ഉദ്ദേശിച്ചത് ബ്രിസ്ക് വാക്ക് എന്ന് പറയുന്നത്. അപ്പൊ നടക്കുമ്പോൾ നമുക്ക് സംസാരിക്കാൻ സാധിക്കും, എങ്കിൽ ഈ രീതിയിൽ നടന്നാൽ നമുക്ക് പാട്ട് പാടാനായിട്ട് സാധിക്കില്ല. ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ, ആ സ്പീഡിൽ നിങ്ങൾ നടക്കുക. കുറെ നേരം ഒരു 2-3 മിനിറ്റ് നിങ്ങൾ അങ്ങനെ നടന്ന ശേഷം വന്നിട്ട് ഈ പറഞ്ഞ പോലെ ഫലകാസന ചെയ്യുക, ഫ്ലാങ്ക് ചെയ്യുക. വീണ്ടും ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വീണ്ടും ബ്രിസ്ക് വാക്ക് ചെയ്യുക, വീണ്ടും ഫലകാസന ചെയ്യുക. അങ്ങനെ 3 സെറ്റ് ഡെയിലി. ഡേ 1 ചെയ്യുക 20 സെക്കൻഡ് വെച്ച്, ഡേ 2 25 സെക്കൻഡ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസം 5 സെക്കൻഡ് കൂട്ടി നമ്മൾ 30ാമത്തെ ദിവസം എത്തുമ്പോൾ 3 മിനിറ്റ് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ നിൽക്കാനായിട്ടുള്ള കപ്പാസിറ്റി നമ്മൾ ആർജിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിററിൽ പോയി നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷേപ്പിലും വയറിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും. ബെല്ലി ഫാറ്റ് ഒക്കെ പോയിട്ടുണ്ടാവും. കൈകൾക്ക് നല്ല ബലം ഉണ്ടാവും. അപ്പൊ ഇത് ചെയ്യാൻ പാടില്ലാത്തവരുണ്ട്. ചെയ്യാൻ പാടില്ലാത്തവരെന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ സർജറി കഴിഞ്ഞവർ ചെയ്യാൻ പാടില്ല. അതുപോലെ ഹൈ ബി പി കാണിക്കുന്നവർ ശ്രദ്ധിച്ച് ചെയ്യണം. വേറെ പ്രത്യേകിച്ച് ഇതിൽ സൈഡ് എഫക്റ്റുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കോൺട്രാഇൻഡിക്കേഷൻ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് ചെയ്യാം. സ്ഥിരമായിട്ട് ഈ ബ്രിസ്ക് വാക്ക് കൂടെ അറ്റാച്ച് ചെയ്ത് നിങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബെല്ലി ഫാറ്റിൽ നല്ല മാറ്റം ഉണ്ടാവും. നമ്മുടെ അബ്ഡോമൻ സൈഡ് ഫ്ലാറ്റ് ആയി കിട്ടാനായിട്ട് വളരെ ഉപകാരപ്പെടും. നമ്മൾ പഞ്ചസ് ഒക്കെ ചെയ്ത് പല എക്സസൈസ് ചെയ്ത് ഗുണം കിട്ടാത്തവർ ഞാൻ ഈ പറഞ്ഞ ഫലകാസന കറക്റ്റ് ആയിട്ട് ചെയ്യുക. അവിടെ അബ്ഡോമൻ സൈഡ് അപ്പ് ചെയ്തോ, അതുപോലെ തന്നെ ബട്ടക് സൈഡ് ലോവർ താത്തിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ബലം കിട്ടില്ല. അപ്പൊ കറക്റ്റായി ചെയ്യുന്ന രീതി ഞാനിപ്പോൾ പറഞ്ഞു കാണിച്ചു. അതുപോലെ നിങ്ങൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് പോസിറ്റീവായി തന്നെ കിട്ടുന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ അബ്ഡോമൻ ഫ്ലാറ്റ് ആക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർ വീഡിയോകളിൽ ഞാൻ ഇതുപോലെയുള്ള ടെക്നിക്കൽ എഫക്റ്റ് കിട്ടുന്ന അബ്ഡോമൻ കുറക്കുന്നതും അതുപോലെ ശരീരത്തിന് പല എഫക്റ്റ് കിട്ടുന്നതായിട്ടുള്ള യോഗ പോസ്റ്റേഴ്സുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. നമസ്തേ.